പുഴുങ്ങിയ നെല്ലിക്ക ഇങ്ങനെ എടുത്തിട്ട് ഉപ്പും കൂട്ടിൽ ഇങ്ങനെ തിന്നാം. എന്നാ സ്വാദാണെന്നറിയാം. അപ്പോൾ ഈ നെല്ലിക്ക ഒന്ന് അച്ചാറിട്ട് കഴിച്ചാൽ അങ്ങനെ ആയിരിക്കും അല്ലേ. ഇന്നത്തെ ഐറ്റം ഒന്ന് നെല്ലിക്ക അച്ചാറാണ്. എങ്ങനെ നാടൻ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. മാത്രമല്ല പെട്ടെന്നുണ്ടാക്കി പെട്ടെന്ന് കഴിക്കാനും പറ്റുന്ന റെസിപ്പി. എങ്ങനെയാണ് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് കാണിക്കാം. എല്ലാവരും വീഡിയോ കണ്ടോളുക. ആദ്യമായിട്ട് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു 1/2 കിലോ നെല്ലിക്കയുണ്ട്. 1/2 കിലോ നെല്ലിക്ക നന്നായിട്ട് എടുത്ത് കഴുകി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ കഴുകി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉണ്ടല്ലോ, അത് നമുക്ക് എത്രയും പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാം. സാധാരണ എണ്ണയായിട്ട് ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ പുഴുങ്ങിയെടുത്ത് ചെയ്യുന്നത്. പുഴുങ്ങിയെടുത്ത് ചെയ്യുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നെല്ലിക്കയുടെ ആവും വേകും. മാത്രമല്ല പുറത്തോട്ടേക്ക് അതിൻ്റെ വെള്ളം ഇറങ്ങും. ആ വെള്ളം നമുക്ക് അച്ചാറിന് ഉപയോഗിക്കാം. നല്ല ബുദ്ധിയല്ലേ ഇത്. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഇത് നമുക്കെന്നാൽ വേഗം ഒന്ന് നെല്ലിക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഈ നെല്ലിക്ക പുഴുങ്ങിയെടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഇഡലിപ്പാനക്കകത്തോട്ടേക്ക് ഇത് ഇട്ട് കൊടുക്കും. അത്യാവശ്യമുള്ള വെള്ളം വെക്കുക ഇഡലിപ്പാനയിൽ. എന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ആ വെള്ളത്തിനകത്ത് തന്നെ നെല്ലിക്കയ്ക്ക് ചാറുണ്ടാക്കാം അച്ചാറിനുള്ള. അപ്പോൾ ആ ചാറിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ടും അച്ചാറിടാം. അല്ലെന്നുണ്ടെങ്കിൽ തോറുടച്ച് അതല്ലെന്നുണ്ടെങ്കിൽ അല്ലിയായിട്ട് എല്ലാം ഉടച്ചിട്ടും അച്ചാറിടാം. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചാണ് അച്ചാറിടുന്നത്. അപ്പോൾ ഇതിനകം നന്നായിട്ട് വെന്താലേ നമുക്ക് അല്ലിയായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് വേഗം വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇവന് ഇവിടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നെല്ലിക്ക നമ്മൾ പുഴുങ്ങി വെച്ചതാണ്. ഇഡ്ഡലിപ്പാനക്കകത്ത് പുഴുങ്ങി വെച്ചാൽ നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, അപ്പോൾ അവ നന്നായിട്ട് അതൊന്ന് ചൂടൊക്കെ പോയി തണുത്ത് ഞാൻ ആ വെള്ളവും കൂടെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അല്ലിയായിട്ട് നമുക്കിത് ഊരിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് വിടാം. ഇപ്പം ഞാൻ അല്ലിയായിട്ട് ഊരിയെടുക്കുമെന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്താൽ തന്നെ ഊരി വരുന്നുണ്ടാവും. കറക്റ്റ് വേവായിരിക്കണം. ഒത്തിരി വേവായി കഴിഞ്ഞാൽ വെന്തൊന്ന് കുഴഞ്ഞു പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും. ഇത് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. കണ്ടോ, അതിൻ്റെ അല്ലിയായിട്ടെല്ലാം ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഊരി വരും. ഇങ്ങനെ ഊരി വരുന്ന നെല്ലിക്ക നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ കുരു കളയാം. പക്ഷെ കുരുവും കൂടെ കടന്നു കഴിഞ്ഞാൽ ഒരു 2-3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേഗം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. നെല്ലിക്കയുടെ എല്ലാം അല്ലി ഞാൻ മൊത്തം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം അത്യാവശ്യമുള്ള ഉപ്പ് ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞ് ചേർക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഉലുവാപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കഴിക്കും. പിന്നെ കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. നെല്ലിക്കയ്ക്ക് കായപ്പൊടി കൂടിയാലും ടേസ്റ്റിൽ കുറവൊന്നും തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വേണമെന്ന് ചേർക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ലാസ്റ്റ് നമ്മുടെ കളറിനും എരിവിനുമായിട്ടുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നല്ല കളറും ഉണ്ടാവും, എരിവ് കുറഞ്ഞു ഇരിക്കും. ഇതിപ്പോൾ 1/2 കിലോ നെല്ലിക്കയാണ്. 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തോട്ടേക്കും ഒരേപോലെ തന്നെ നമ്മുടെ പൊടികളെല്ലാം പരണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് വേവിച്ച് വെച്ചപ്പോഴത്തേക്ക് കിട്ടിയ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ നെല്ലിക്കയുടെ,
ഈ നെല്ലിക്ക പുഴുങ്ങിയ വെള്ളവും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സാധാരണ വെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ലത് ഈ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ വെച്ച് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളെപ്പോഴും അച്ചാറിന് ഉപയോഗിക്കുന്ന കണക്ക് തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഞാൻ കടുക് ഇട്ട് കൊടുത്തു. നെല്ലിക്ക അച്ചാറിന് കുറച്ച് കടുക് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഉലുവയും. ലോ ഫ്ലെയിമിനകത്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് ഉലുവയും സാധാരണ നമ്മളെപ്പോഴും എടുത്ത് പറയുന്ന പോലെ തന്നെ വറ്റൽമുളക് 2 3 എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കാം. ഓൾറെഡി നമ്മൾ എരിവിനകത്ത് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഈ വറ്റൽമുളകൊക്കെ ചേർക്കുന്നത് നല്ലൊരു എരിവിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ്. ഈ സമയത്ത് 1 തണ്ട് കറിവേപ്പില, ഈ നെല്ലിക്ക അച്ചാറിന് കറിവേപ്പില ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാനത് പലപ്പോഴും ഉണ്ടാക്കി നോക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ടുണ്ടാക്കി നോക്കിയപ്പോഴും ഇല്ലാതെ നോക്കിയപ്പോഴും ഒരു പ്രത്യേക രീതിയായിരുന്നു. കറിവേപ്പില ഇടുമ്പോൾ ടേസ്റ്റ് കൂടുതൽ. 8-10 അല്ലിയോളം വെളുത്തുള്ളി ചതച്ചത് തൊലിയോട് കൂടി ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് വെച്ച് വെളുത്തുള്ളി കഴുകിയിട്ട് തൊലിയോട് കൂടി വെച്ച് ചതച്ച് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചപ്പുണ്ടല്ലോ, ആ ഒരു മണം ഒന്ന് പോയാൽ മതി. ഒത്തിരി അങ്ങ് കിടന്നങ്ങ് വെളുത്തുള്ളി കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. കായപ്പൊടി ഈ നേരത്ത് ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി വരെയൊക്കെ ആകാം. നെല്ലിക്കയ്ക്ക് കുറച്ച് കായപ്പൊടി കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ. കാരണം ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം. എപ്പോഴും ഞാൻ പറയുന്ന കണക്ക് തന്നെ ലോ ഫ്ലെയിമിനകത്ത് ഇരുന്നിട്ട് ഇത് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് പറ്റില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് നന്നായിട്ട് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി വിടുക. നമുക്ക് നമ്മുടെ നെല്ലിക്ക അങ്ങോട്ട് ചേർത്ത് കൊടുത്താലോ. നെല്ലിക്ക ഇവനെ അങ്ങ് ചേർത്ത് കൊടുത്തേക്കുക. നേരത്തെ നമ്മൾ പുരട്ടി വെച്ചിരുന്ന അരപ്പും ആ നെല്ലിക്ക പുഴുങ്ങിയ വെള്ളം എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി. നെല്ലിക്ക അച്ചാറിന് വിനാഗിരി ചേർത്തില്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചാൽ പോലും ചിലപ്പോൾ പൂപ്പൽ വന്നെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നമ്മുടെ അച്ചാർ ഇപ്പോൾ റെഡിയാണ്. കണ്ടതേ ഇപ്പം നല്ല, ഇപ്പോൾ കാണാൻ തന്നെ എന്നാ ഭംഗിയല്ലേ. ഇപ്പോൾ കഴിച്ചാൽ എന്നാ ടേസ്റ്റ് ആയിരിക്കും. നല്ല കിടിലൻ അച്ചാറാണിത്. ഞാനിപ്പോൾ ഇതിപ്പോൾ ചൂട് മാറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നാടൻ റെസിപ്പിയാണിത്. ഇതൊക്കെ നാടൻ രീതിയാണ്. സാധാരണ നമ്മൾ നെല്ലിക്ക അച്ചാറിൻ്റെ രീതി. വിനാഗിരി ചേർക്കുന്നത് കൂടുതൽ നാളിരിക്കാൻ വേണ്ടിയാണ്. അല്ലാന്നുണ്ട് വിനാഗിരിയിൽ അച്ചാറാണെന്നുണ്ട് ഇന്ന് തൊട്ട് തന്നെ ഉപയോഗിച്ച് തുടങ്ങി ഇപ്പോൾ തൊട്ട്. കാരണം നാളെ ഒരു ദിവസം കൂട്ടുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അതിനകത്ത് നെല്ലിക്കയുടെ ആ കുരുവൊക്കെ ഇറങ്ങിയിട്ട്. അപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും പിശുക്ക് കാണിക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിന് വരെ ഗുഡ് ബൈ.